വോട്ടെടുപ്പിന് 3 നാൾ മാത്രം ശേഷിക്കെ ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ലാപ്പിലാണ്. പ്രധാനമന്ത്രി ഇന്ന് RK പുരത്ത് റാലി നടത്തും. രാജിവെച്ച MLA-മാർ BJP-യിൽ ചേർന്നത് ആം ആദ്മിക്ക് കടുത്ത വെല്ലുവിളിയാകുന്നുണ്ട്. എന്നാൽ ബജറ്റ് പ്രഖ്യാപനങ്ങൾ തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് BJP. തിരിച്ചുവരാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. രാഹുലും പ്രിയങ്കയും പ്രചരണത്തിനിറങ്ങുന്നുണ്ട്. നോബൽ മാരിക്കാരൻ ചേരും കൂടുതൽ വിവരങ്ങളുമായി. നോബൽ, ദില്ലി ദംഗലിൽ BJP ഈ ബഡ്ജറ്റോടുകൂടി പ്രതീക്ഷ കൂട്ടുകയാണ്. ആം ആദ്മി പാർട്ടിയാണെങ്കിൽ നഷ്ടപ്പെട്ട MLA-മാർ BJP-യിൽ ചേർന്നതിലുള്ള ആശങ്കയിലാണ്. കോൺഗ്രസ് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഇക്കുറി കുറച്ചെങ്കിലും സീറ്റ് പിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലുമാണ്. അവസാനവട്ട തെരഞ്ഞെടുപ്പ് പ്രചരണ വാർത്തകൾ എന്തൊക്കെയാണ് ഡൽഹിയിൽ നിന്നും നോബൽ? അരുൺ, ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വലിയ സസ്പെൻസിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം വാശിയേറിയ മത്സരം, അതിനിടയിൽ BJP-യിലേക്ക് ആം ആദ്മിയിലെ 8 MLA-മാർ ചേർന്നത് ഒക്കെ വലിയ തരത്തിൽ ചർച്ചയായിട്ടുണ്ട്. അതിനിടയിലാണ് ഇന്നലെ കേന്ദ്ര ബജറ്റ് കൂടി എത്തിയത്. മധ്യവർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നികുതി ഇളവുകൾ അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചത് ദില്ലിയിൽ പ്രതിഫലിക്കും എന്നാണ് BJP-യുടെ ഒരു കണക്കൂട്ടൽ. അത്തരത്തിൽ വലിയ സംഭവബഹുലമാണ് വരുന്ന ദിവസങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നിപ്പോൾ RK പുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ റാലി നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും അവസാനത്തെ റാലി കൂടിയാണ് ഇന്നത്തേത്. അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അന്നേ ദിവസം നരേന്ദ്രമോദി പ്രയാഗ്രാജിൽ എത്തി അവിടെ മഹാകുംഭമേളയിൽ സ്നാനം ചെയ്യും എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും BJP തെരഞ്ഞെടുപ്പ് കളത്തിൽ ശക്തമായി തന്നെ തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ്. ദില്ലിയിൽ വീണ്ടും അധികാരത്തിലേക്ക് എത്താനുള്ള ശ്രമം, അത്തരത്തിൽ വലിയ പ്രചാരണമൊക്കെ നടത്തുന്നു. പ്രധാനമന്ത്രി തന്നെ നേരിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലയിടത്തും പ്രചാരണം നടത്തിയത്. മൊത്തം 3 റാലികൾ ഇന്നത്തെ കൂടി കൂടുമ്പോൾ പ്രധാനമന്ത്രി ദില്ലിയിൽ നടത്തും. അതോടൊപ്പം തന്നെ വലിയ തരത്തിൽ ഈ BJP-യുടെ ഭാഗത്ത് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി അടക്കമുള്ള എല്ലാ നേതാക്കളും ആം ആദ്മി സർക്കാരിനെ കടന്ന് ആക്രമിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രചാരണം നടത്തിയത്. ആം ആദ്മി എന്നാൽ ദുരന്ത സർക്കാരാണ് എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ പ്രതികരണം വന്ന്. പിന്നീട് ശീഷ് മഹൽ ആരോപണം അടക്കം ഉയർത്തി. ഒപ്പം പിന്നീട് അത് യമുനയിലെ മലിനീകരണം വലിയ തരത്തിൽ ചർച്ചയാക്കി. അത്തരത്തിൽ BJP ആം ആദ്മി സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയാണ് പ്രചാരണം കൊഴുപ്പിച്ചത്. അതേസമയം ആം ആദ്മി ആകട്ടെ വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് വീണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ശ്രമമാണ് നടത്തിയത്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം 8 MLA-മാർ ആം ആദ്മിയിൽ നിന്ന് രാജിവെച്ചത്. അവർ ഇന്നലെ BJP-യിൽ ചേർന്നുകൂടി ആം ആദ്മി ക്യാമ്പിന് നേരിയ ആശങ്കയുണ്ട്. അതിവേഗത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ച് കയറാം എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാൾ സംഘവും മനസ്സിൽ കണ്ടത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് BJP തെളിയിച്ചിരിക്കുന്നു. കൂടെ ഉണ്ടായിരുന്ന MLA-മാരെ അടർത്തിയെടുത്ത് അവർ BJP-ക്ക് ഒപ്പം നിർത്തുന്ന സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ കോൺഗ്രസ് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമം നടത്തുന്നു എന്ന് പ്രധാനപ്പെട്ടതാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്കാന്തിയും തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ റാലികളിൽ സജീവമാകുന്നത് കോൺഗ്രസ് ക്യാമ്പിനും ആത്മവിശ്വാസം നൽകുന്നുണ്ട്. താങ്ക് യു നോബൽ. എന്തായാലും തെരഞ്ഞെടുപ്പിന് ചൂട് പിടിക്കുകയാണ്. ദില്ലിയിൽ നല്ല തണുപ്പുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് രാഷ്ട്രീയ ചൂടുണ്ട് ദില്ലിയിൽ. ആം ആദ്മി പാർട്ടിയിൽ അവസാന നിമിഷം കുറച്ച് MLA-മാർ ഇറങ്ങിപ്പോയത് വലിയ നഷ്ടമുണ്ടാക്കി. അവർ നേരെ പോയി BJP ചേർന്നു. പക്ഷേ അവർക്ക് സീറ്റ് കൊടുക്കാത്തതാണ് പോകാനുള്ള കാരണമായി ആം ആദ്മി പാർട്ടി പറയുന്നത്. പക്ഷേ BJP ഇത് വലിയ ആഘോഷമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല 33 ലക്ഷം വോട്ടർമാർ ഈ നികുതി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ച് നിർമ്മലാ സീതാരാമന്റെ പ്രഖ്യാപനം വളരെ ആശ്വാസകരവുമാണ്. അപ്പോൾ ആ വോട്ടുകളും തങ്ങൾക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് BJP. മാത്രമല്ല രണ്ടാം ആം ആദ്മി പാർട്ടി സർക്കാരിനെ കുറിച്ച് ഒന്നാം ആം ആദ്മി പാർട്ടി സർക്കാരിനുള്ള അത്ര ഒരു നല്ല അഭിപ്രായമല്ല ഉണ്ടായിരുന്നത്. നമുക്ക് നോക്കാം 3-ാം ഊഴത്തിലേക്ക് ആം ആദ്മി പാർട്ടി എത്തുമോ എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട സൂചനയാണ്.